ട്രെയിന് പോവാൻ ഇപ്പം എന്താ ചെയ്യാ? ട്രെയിൻ ഓടിക്കാൻ അറിയോ? ജിഷ്ണു മേടിച്ചു തരും. ചെല്ലേ, ഞാനും വരണോ? വാവ്, പുലി ഇതാക്കണം കിടക്കുന്നു. പുലി ഇതാണ് ഖത്തറിലെ പുലി. കണ്ടോ? ട്രെയിനിൽ കയറാൻ പറ്റുമോ എന്നറിയില്ല. സോ ട്രെയിനിൽ കയറാൻ പറ്റുമോ? നമുക്ക് നോക്കാം ട്രെയിനിൽ കയറാൻ പറ്റുമോ എന്ന്. വാ, ഈ ട്രെയിനിൽ പോകണമെന്നാണ് എന്താ പറയുന്നത്. ഇനി അടുത്ത ട്രെയിൻ വരുമ്പോൾ കയറ്റാം കേട്ടോ. കേട്ടോ, ആ ട്രെയിൻ പോയി, അടുത്ത ട്രെയിൻ വരട്ടെ കേട്ടോ എന്താ. അജിതേമാരിയാണ് പാർക്ക് കടന്നത്. ഓൻ എവിടെ പാർക്ക് കടന്നത്? ആരെ കൂടെ? ഫ്രണ്ട്സിന്റെ കൂടെ. നിങ്ങൾ ആരപ്പോ പാർക്ക് കിടക്കുക? കേട്ടോ, അതേ ചോദ്യം സുഭാഷേട്ടോട് ചോദിക്കട്ടെ. സുഭാഷേട്ടൻ കടന്നിട്ടുണ്ടോ ചോക്ക്. സിമോളാവൂല്ലേ? അതന്നെ, ഒറ്റ ചെരുപ്പിട്ട് കൊടുത്തിട്ടാ കുട്ടീനെ നിർത്തുക. ഈ ഡോണ്ട് യു ഹാവ് കോമൺ സെൻസ്? ഇല്ലല്ല, മുകളിൽ കുത്തും. വടക്ക് ആജ്ഞാപിക്കാനല്ലേ അറിയുള്ളൂ. നിനക്കെന്താ തോന്നി? സൂര്യൻ എന്തോ തോന്നിയത് പറഞ്ഞല്ലോ. നല്ല കുന്ന് കണ്ടു. എന്താണ് വെള്ള? എനിക്ക് തോന്നില്ല. വല്ല ഐസ്ക്രീമോ? ജിഷ്ണു കണക്കോ? ഒന്നും തോന്നില്ല. എന്നെ വിട്ടേക്കുന്നു. ജിഷ്ണു അവന് ഗ്ലൂക്കോസും വെള്ളം. ആരാത്? എന്താ കരഞ്ഞുകൊണ്ടാ വിളിക്കണ കേട്ടോ. ഞാൻ ഇവിടെ എത്തിന്നാ പറയുന്നത്. എന്താണ് പേടിയാവാൻ? എന്നോട് ആരാ അവിടെ കയറാൻ പറഞ്ഞേ? ഊഞ്ഞാല കയറാൻ നീ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറണമായിരുന്നോ മോളെ? കയറിക്കോ, അമ്മ ഉണ്ട് ഇവിടെ. എന്തിനു പേടിയാവുന്നത്? അമ്മല്ലേ ഇവിടെ. ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകാണ്ട്. അമ്മ ഉണ്ട്. വീണ അമ്മ അങ്ങോട്ട് ഓടി വന്നിട്ട് നിലത്തുനിന്ന് എടുക്കും. വീഴാതെ നോക്കണ്ട, മോളുടെ കടമയാട്ടോ. വീഴൂല എൻ്റെ മോള്, വീഴൂല പൊന്നെ. മെല്ലെ സൂക്ഷിച്ചാൽ മതി. അമ്മ എടുക്കട്ടെ പൊന്നുവിന് ഈ ഓട്ടേക്കൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട്. ഇതായില്ലേ അമ്മേ, അമ്മ താഴെ ഇറക്കി. ഇതിന്റെ മുകളിൽ കയറാൻ ഈ കിടക്കണ രണ്ടെണ്ണല്ല കേട്ടോ. അല്ല, വലിയ ചൂടില്ല. ഇതേ നടക്കുള്ളൂ. ആ ഓട്ടേക്കൂടെ കയറി വരാൻ നോക്കിട്ടോ. പകുതി ആയപ്പോൾ ആൾക്ക് പേടിയായി. അപ്പോൾ ഉടായ്പ നോക്കുകയാണ്. എന്താ ഉടായ്പ മാർഗം? ഇതിലൂടെ കയറണമെങ്കിൽ ഇല്ലില്ല, ഉരുണ്ട് പോയാൽ താഴെത്തും. അത്രേ ഉള്ളൂ. തന്നെ ചെരുപ്പ് ഊരണോ? ചെരുപ്പ് ഊരണോ? ഞാൻ എന്നെ കറുത്ത ഡ്രസ്സ് ഇട്ടല്ലേ ഇറക്കിയത്. വെള്ള ഡ്രസ്സ് ഇട്ട അച്ഛനെ വേണമെന്നല്ല. ഓക്കെ, ഇതെന്താ ജമ്പ് ചെയ്യണ സാധനമാണെന്ന് കരുതി ഓടി വന്നേക്ക് മനസ്സിലായത്. വാ, നമുക്ക് അത്തിമരം കാണിച്ചു തരാം. അത്തിമരം കാണിച്ചു തരാം പൊന്നു. അത്തിമരല്ല, അത്തിമരം. വാ, കാണിച്ചു തരാം. ആ പാൻ്റ് കൊണ്ട് നശിപ്പിക്കണം കേട്ടോ.
നന്ദേനോടും കൂടെ. അജു അജു ഒരു സന്തോഷ വാർത്ത പറയട്ടെ. പറയട്ടെ, അങ്ങോട്ട് നോക്ക്. 2 മൈന. കണ്ണട വെച്ചിട്ട് നോക്കടാ, കണ്ണട വെച്ചിട്ട് നോക്ക്. നമ്മളെ നാട്ടിൽ ജിഷ്ണേടനെ പോലത്തെ ബോഡി ഷെയ്മിങ്, ബോഡി ഷെയ്മിങ്. നമ്മളെ നാട്ടിൽ ജിഷ്ണേടനെ പോലത്തെ വൈന ഇവിടെ പാവുണ്ട്. മൈനകളെ വരെ വെറുതെ വിട്ടില്ലേ അവര്. ഗുണ്ടുമണികളാണ് ഇത്ര മൈനകള്. ഞാൻ എന്തുകൊണ്ടാ ബ്ലാക്ക് ഇട്ട് കൊടുത്തത്? ഞാൻ എന്തുകൊണ്ടാ ഒരു ലോങ് പാൻറ് ഇട്ട് കൊടുത്തത്? എല്ലാം മാറ്റി സുഭാഷ് ഏട്ടൻ ഇട്ട് കൊടുത്ത ഡ്രസ്സാ അത്. ചാർജർ കൊടുത്തില്ലല്ലോ അജു, സണ്ണിയും ചാർജർ എടുത്തില്ലല്ലോ. എനിക്ക് ദൈവമേ, ആ ഡ്രസ്സ് നശിച്ചു. ഞാൻ ആദ്യമായിട്ടാട്ടോ അത്തിപ്പഴം അങ്ങനെ അടുത്ത് കാണണേ. ഞാൻ ദൂരേന്ന് ഒരു വട്ടം കണ്ടിട്ടുണ്ട്, പക്ഷെ അടുത്തുനിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പൂമ്പാറ്റിയല്ല, അത് മൈനയാണ്. നന്ദ പൂമ്പാറ്റിയല്ല, മൈനയാണ്. വെറുതെ വിട്ടില്ല നന്ദ സന്തോഷതാക്കണം. നന്ദ പാറിക്കളഞ്ഞു, അത് ഓടിച്ചു കളഞ്ഞു മൈനേനെ. ഓ, ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ കാണില്ല, ഞങ്ങൾ ഇതൊക്കെ പണ്ടേ കണ്ടതാണ്. അതിന് ഞാൻ പറയുന്നില്ല, പോർന്ന്. എന്ത് പഴം? അക്കിപ്പഴല്ല, അത്തിപ്പഴം. അപ്പിപ്പഴല്ല നന്ദ, അത്തിപ്പഴം. പറക്കരുത്. അപ്പിപ്പഴമല്ല, അത്തിപ്പഴം. അത് പറക്കരുത്. ഇങ്ങ് പോര്, ഇങ്ങ് പോര്. ജിഷ്ണു, ജിഷ്ണു ദേ അങ്ങോട്ട് നോക്കിയേ. നോക്കടാ, 2 മൈനയാണ്. ആ 2 തെറ്റിപ്പിരിഞ്ഞാ നിക്കണ നോക്കിങ്ങള്. എന്നിട്ട് അമ്മക്ക് സന്തോഷം കൊണ്ട് തരാൻ നിക്കണേ. വാവ്, ജിഷ്ണു വായ തുറന്ന കണ്ട എല്ലാരും. ഈ 2 മൈനേനെ കണ്ടിട്ട് ഒരു സന്തോഷമല്ലല്ലോ. സന്തോഷമുണ്ട്, മധുരം കഴിക്കാൻ തോന്നുന്നു. ജിഷ്ണുവിന് തോന്നുന്നുണ്ടോ? ഞാൻ വാങ്ങിത്തരാം. റിയലി? റെഡ് കാർഡ് റെഡ് അതാ ഞാൻ ചോദിച്ചേ. റെഡ് കാർഡ് അത് സുഭാഷിയുടെ പറയുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. സൂര്യ വെച്ചത് അതാണ്. എടാ ജിഷ്ണു, ഈ അല്ലേ പറഞ്ഞത് അത് തല്ലി പിരിഞ്ഞ് നിൽക്കാന്ന്? അത് നല്ല സ്നേഹത്തിൽ അങ്ങോട്ട് നോക്ക്. അതിന്റെ അപ്പുറത്തെ ആളുണ്ടോ? മൂന്നാമത്തെ ആൾ വന്നു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? മൂന്നാമത്തെ ഒരാൾ വന്ന ഏത് കുടുംബത്തിലും പ്രശ്നമാണ്. അവർ തല്ലി പിരിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ ഒരാൾ വന്നിട്ടും അവർ തല്ലി പിരിഞ്ഞില്ല. സ്പീഡ് കൂടുണ്ടോ? ഓട്ടോമാറ്റിക്കലി കൂടുവോ? ഇല്ല. നന്ദ ഇവിടെ തെറിച്ചവിടെ പോട്ടോ. നന്ദ എന്നെ പേടിപ്പിക്കലടാ, വെറുതെ പറയരുത്, വെറുതെ പറയടി പോന്നു. എന്താണ്? ആ വാ കിടക്ക്. ഇറങ്ങാനൊക്കെ പറ്റൂലേ? ഞാൻ വിചാരിച്ചു ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റൂലെന്ന്. അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിക്ക് കണ്ടോ? അപ്പൊ താനെ കറങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുത്താൽ മതി. കണ്ടോ? ഞാൻ പിടിക്കൂല. അല്ലറല്ലേ? വാ വാ. അയ്യോ, അത് വീഴും. അത് അക്കോ ചവിട്ടി ചവിട്ടി നടക്കുമ്പോ സ്പീഡ് കൂടും അല്ലേ?
ആ അതൊരു ബാലൻസിങ് കണക്കൂ. എന്നാ അത് വീഴും കേട്ടോ. എന്റെ ഈയമ്മ കേറാൻ പോവുകയാണ്. മറിക്ക്. This is how it's done. കേട്ടോ അക്കുന്റെ പല്ല് പോകട്ടോ. അക്കു അജുമാമനോട് പറയാം. വാ നമുക്കൊരു വെല്ലുവിളി. വാ 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 ജിഷ്ണു അണക്കുണ്ട് വേണ്ട. അതെ സൂ ഉണ്ടോ? സൂ പിന്നെ അരങ്ങൂല. വാ 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 അജുവിനുള്ള വെല്ലുവിളിയാണ്. വാ ആ അജു കാവടി തുള്ളി പോയോ. സോക്സ് ഇട്ടാ സ്ലിപ്പ് ആവട്ടോ. മണ്ടൻ മിണ്ടണ്ട. അങ്ങനെയല്ല ഇങ്ങനെ മുന്നോട്ട് കയറി പോവാ. അപ്പോഴാ തോന്നണേ ഞാൻ കയറി നോക്കിയതാ. അങ്ങനെ വേണ്ട ഇങ്ങോട്ട് നടന്നാ മതി. അപ്പൊ അത് ചുറ്റും. എന്ത് അങ്ങനെ കേറി നടന്നാൽ അത് ഓട്ടോമാറ്റിക്കലി കറങ്ങും. അതിന്റെ മുകളിൽ കൂടെ നടന്നാ മതി. വേണ്ട തെറിച്ചു പോവും. അജു ഒരു വട്ടം കാല് പൊട്ടിയതാട്ടോ. ഞാൻ കറക്കണ്ട നടന്നാ മതി. അപ്പൊ കറങ്ങും. മെല്ലട്ടോ സ്പീഡ് കൂടെ. അജു കുട്ടികളെ സ്പീഡ് കൂടിയാ തെറിക്കൂട്ടോ. അജു അത്രയും കുട്ടികൾ വീഴ്ത്തിന്ന് പറയൂട്ടോ. അജു പറഞ്ഞു വീണു. അജു ആള് കേറാൻ ക്യൂ ഉണ്ട്. വാ അക്കു നമുക്ക് പോവാം. വാ അക്കുവിനെ അവിടെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മായി കൊട്ടയെന്ന് ഇറങ്ങും. നമ്മള് പോവാണ്. വാ കടന്നോ അങ്ങനെ കടന്നു ചാരി കടന്നോ. എടാ തെറിക്കോ പറന്നിങ്ങനെ. എന്നിട്ട് ഇറക്കി വിടാം. നിർത്തടാ മേടിക്കൂടാ. കഴിഞ്ഞു നീക്കി. നീച്ചു വന്നില്ലെങ്കിൽ പിടിച്ചിരുന്നോ. അഭിനയിക്കാണ്. എന്തോ
തളർന്ന സോക്സ്. അജു കുട്ടിയോ? നീയാണ് അക്കുനെ കൂട്ടിക്കൊണ്ടുവന്നേ? ആരും കൂട്ടയില്ലാതെ കിടക്കിയ നോക്കൂ അവിടെ. നല്ല ഭംഗിയുള്ള ഒരു പൂച്ച നോക്ക്. എടാ അക്കുനെ ഇറങ്ങാൻ വയ്യ. നന്ന മങ്കീനെ കണ്ടോ? ദാ മരത്തിന്റെ മുകളില്. ഞാൻ പിടിക്കൂല. എങ്ങനെ കേറിയത് വെച്ചാൽ അതുപോലെ ഇറങ്ങിയാ മതി. ധൈര്യം തരാനല്ല ഞാന്. വരയ്ക്ക് ഇവിടെ ചാടിക്കോ. നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഞാൻ പിടിക്കൂല. ഇല്ലല്ല, ഇങ്ങനത്തെ അമ്മ ആർക്കും ഇല്ല. ഇറങ്ങടാ അങ്ങോട്ട്. എന്നോട് കേറാൻ പറഞ്ഞ ആരാ? നന്ദയ്ക്കൊന്ന് കേറി നോക്കണം എന്നുണ്ട്. നന്ദ ഇയും ഓനും അവിടെ പെടൂട്ടോ. ഞാൻ എടുക്കൂല. നല്ല അമ്മയല്ല, ഞാൻ ചീത്ത അമ്മയാണ്. എന്റെ മേലിൽ കേറിയാ ഞാൻ കുടുങ്ങും. ഫോൺ മാറ്റൂലെന്ന്. ഇന്നങ്ങനെ തോളത്ത് പിടിച്ചിട്ട് തോളത്ത് പിടിക്കിന്റെ. എന്നിട്ട് ഒരു കൈ കൊണ്ട് എന്റെ തോളത്ത് പിടിച്ചിട്ടും കൂടെ ഇറങ്ങ്. ആ ഡ്രസ്സോളാ കേറി തോന്നുട്ടോ. അയ്യോ എന്താടാ ഇവിടെ ഒരു കുറ്റിയുണ്ട്. ചാടിക്കോ. ഇനി ഒറ്റ ചാട്ടം ചാടിക്കോ. ആ ഇനി ചാടിക്കോ. അനക്ക് പറ്റും. യു ക്യാൻ. നിലത്ത് വീണ കാലൊടി. അത്രേ ഉള്ളൂ. പാന്റ് ആദ്യം. ആ പറ്റുമോ? എടാ മണിത്തക്കാളി ഉണ്ടോ? ഈ മണിത്തക്കാളി ഉണ്ടോ? നമ്മളെ മണിത്തക്കാളി പ്ലാന്റ് ആണത്. ആയിട്ടില്ല പക്ഷെ. നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. ഒറ്റയ്ക്ക് പോയി കയറും. പൊട്ടനാണോ എന്ന്. സ്റ്റോപ്പില്ലടാ. അത് പോവും. വേണ്ട വേണ്ട പോവും. അത് ടൈമായ പോ. റെഡ് അലാറം കത്തി അടയും. എന്താ കാര്യം? കുഴപ്പമില്ല. അമ്മ വരും. അമ്മ കയറാണ്. അയ്യോ അത് കരയിട്. ഓ പേടിച്ചു പോയിട്ടോള്. നന്ദ ട്രെയിനിൽ കയറണം എന്ന് ആഗ്രഹം പറഞ്ഞിട്ട് അജു അതും കൊണ്ട് കയറിയതാണ് വേഗം. നന്ദ അവിടെ കരച്ചിലാണ്. ഇനിയിപ്പോൾ തിരിച്ചാ ട്രെയിൻ വരണം. അടുത്ത സ്റ്റോപ്പിലെത്തി കാത്തിക്കട്ടെ. ഞാൻ പറഞ്ഞു അവനോട്. പക്ഷെ ഓനോട് ഓൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ കണ്ടിട്ട് വരാൻ പറഞ്ഞു. ഈ ട്രെയിൻ 8 മിനിറ്റ് കൊണ്ട് തിരിച്ചെത്തുന്ന അറിയില്ല. അജുവിന് അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ വണ്ടി കയറിയിട്ട് അപ്പുറത്ത് ഇറങ്ങണം. നന്ദ കരഞ്ഞപ്പോൾ അജു അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. ഞങ്ങൾ ഈ ട്രെയിനിൽ അങ്ങോട്ട് പോകാമെന്ന് കരുതിയതാണ്. അപ്പോഴേക്കും അവർ അടുത്ത ട്രെയിനിൽ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എവിടെയാ നായകൻ? ഇതാ വരുന്നു. എങ്ങനെയുണ്ട് ട്രെയിൻ? ട്രെയിനിലേക്ക് കയറോ? നന്ദ പേടിച്ചോ? എന്താ കിട്ടിയത്? എന്തിന്? ഞാൻ പറഞ്ഞേ നമ്മള് വരില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോയാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ പോണ്ടത്. എന്തിനെ പിടിച്ചോണ്ടായത്? എന്തിനാ പേടിച്ചു പോയോ? ഞാൻ തട്ടിക്കൊണ്ടുപോകാനല്ലോ പോയത്. തട്ടിക്കൊണ്ടുപോകാൻ പറ്റുക നല്ല വല്ലതിനൊക്കെ തട്ടിക്കൊണ്ടുപോകൂലേ?
അന്നൊക്കെ കൊണ്ടുപോവുക മാമനം പോയിരുന്നു. ഇതാ പറഞ്ഞത് അമ്മേന്റെ കൈ വിട്ട് എങ്ങോട്ടും പോകരുത്. മണ്ടിയുടെ നിന്ന് ഇങ്ങനത്തെ ദുഷ്ടന്മാർ തട്ടിക്കൊണ്ടുപോയി. അല്ല ശ്രീ അവിടെ എത്തിയിട്ടേ ഞാൻ പറഞ്ഞു നമ്മള് പെട്ടുപോയി നന്ദി പറഞ്ഞു. അപ്പളേക്ക് ഒരു അടി അടിച്ചിട്ടേ അപ്പോഴും ഞാൻ പറഞ്ഞല്ലേ പോണ്ട പോണ്ട എന്തിനാ പിടിച്ചോണ്ടായത്. എടാ എന്റെ കുട്ടി പേടിച്ചിട്ടാ ഇനി ഇറുക്കുന്നു. പേടിച്ചു അമ്മേന്റെ മോള്. അത് പേടിച്ചു കിട്ടോ നല്ല. പേടിച്ചോ? പേടിച്ചോ? ഞാൻ അലക്കണ തട്ടിക്കൊണ്ടാണെന്ന് വെച്ചാൽ നല്ല കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ഇതിനൊക്കെ അന്നെന്തിനാ കൊണ്ടോണ്ട ആവശ്യം? എന്റെ പൊന്നൂന് അങ്ങനെ ആരും തട്ടിക്കൊണ്ടുപോയില്ല. എന്തിനാ പേടിക്കാൻ? അജു കേട്ടോ ഓളെ വണ്ടിയിൽ ഇനി എന്നെ കേട്ടൂല അത്ര. അന്ന എന്റെ വണ്ടി കയറ്റൂല, ഞാൻ അന്ന കയറ്റൂലല്ലോ. ചാവില്ലല്ലേ ഇതാ അച്ഛൻ പോലീസല്ല, അച്ഛൻ കളറാ. ഒരു ബ്രേക്ക് പിടിച്ച അവിടെ കിടക്കൂട്ടോ നന്നായി. ഇരിക്കട്ടെ അവിടെ. അടുത്ത ഡെസ്റ്റിനേഷൻ ജിഷ്ടാട്ടം വാങ്ങിത്തരാ പറഞ്ഞ ബീലബായ്. ഞാൻ വാങ്ങിത്തരടാ. വേണം. ആ കാര്യായിട്ടാ കാര്യമായിട്ടാണ്. സോ പോവല്ലേ? കാർഡ് എടുത്തിട്ടില്ല. ഷുഗറാ? ചീസ് ആണോ ഉദ്ദേശിച്ചത്? ഞാൻ ചീസാണെന്ന് കരുതി.